ഹായ് എവ്രി വൺ FY UGP MDC മാത്സിൻ്റെ പാർട്ട് 5ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സീരീസിനെ കുറിച്ചിട്ടാണ്. നമുക്കെല്ലാം ഒന്ന് പെട്ടെന്ന് ഓടിച്ചിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് പ്രൈം നമ്പർ സീരീസാണ്. ഇതിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും 7 കഴിഞ്ഞ് വരുന്ന നമ്പർ പ്രൈം നമ്പർ 11 ആണ്, 11 കഴിഞ്ഞ് വരുന്ന പ്രൈം നമ്പർ 13 ആണ്, അങ്ങനെ 19 കഴിഞ്ഞ് വരുന്ന പ്രൈം നമ്പർ ആരാണ്? 23. ഇനി അടുത്തതെന്ന് പറയുന്നത് അഡീഷണൽ സീരീസാണ്. അഡീഷണൽ സീരീസ് എന്ന് പറയുമ്പോൾ ഏതോ ഒരു നമ്പർ കണ്ടിന്യൂസ് ആയിട്ട് ആഡ് ചെയ്ത് പോയിട്ടാണ് ഈ ഒരു സീരീസ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും 2ലേക്ക് ഏത് നമ്പർ ആഡ് ചെയ്തപ്പോൾ 6 കിട്ടിയത്, 4 ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 6 എന്ന് കിട്ടിയത്, 6ലേക്ക് 4 ആഡ് ചെയ്തപ്പോഴാണ് 10 കിട്ടിയത്. അങ്ങനെ ആഡ് ചെയ്ത് പോയിട്ട് 14ലേക്ക് 4 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആൻസറാണ് 18 എന്ന് പറയുന്നത്. അഡീഷണൽ സീരീസിൽ നമ്മൾ ഒരു നമ്പർ ആഡ് ചെയ്താണ് പോയതെങ്കിൽ ഡിഫറെൻറ്റ് സീരീസിൽ ഒരു നമ്പർ സബ്ട്രാക്ട് ചെയ്താണ് ഈ ഒരു സീരീസ് വരുന്നത്. അതിനെയാണ് ഡിഫറെൻറ്റ് സീരീസ് എന്ന് പറയുന്നത്. ഇവിടെ 109 മൈനസ് 9 ആണ് 99, അതുപോലെ 99 മൈനസ് 9 ആണ് 90 എന്ന് വരുന്നത്. ഇനി 81 മൈനസ് 9 അപ്പോൾ എന്താ വരിക? 72. അടുത്തതാണ് മൾട്ടിപ്പിൾ സീരീസ് എന്ന് പറയുന്നത്. അതായത് ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നതാണ് ആ ഒരു സീരീസ്. ഇവിടെ 4 × 2 8, 8 × 2 16, അങ്ങനെ 64 × 2 എന്ന് പറയുന്നത് 128 ആണ്. സീരീസിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെന്ത് സിമ്പിളാണ്. പക്ഷേ എക്സാമിന് അത്ര സിമ്പിൾ ആവണമെന്നില്ല. എക്സാമിന് സിമ്പിൾ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കണം. അടുത്തത് ഡിവിഷൻ സീരീസ് ആണ്. ഇവിടെ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ടേമും തേർഡ് ടേമും ഡിവൈഡഡ് ബൈ 2 ആണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ സെക്കൻഡ് ടേമും ലാസ്റ്റ് ടേമും ഡിവൈഡഡ് ബൈ 3 ആണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെയുള്ള പാറ്റേണിലും ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. താഴെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ആൻസർ വരുന്നത് 48 ആണ്. ഇനി പറയുന്നത് n² സീരീസ് ആണ്. ഇവിടെ ഈവൻ നമ്പേഴ്സിൻ്റെ സ്ക്വയർ എടുത്തിരിക്കുകയാണ്. ഇങ്ങനെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ വരാം, അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സിൻ്റെ സ്ക്വയർ, അങ്ങനെ എന്ത് സീരീസ് വേണമെങ്കിലും വരാം. ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈവൻ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് വന്നിരിക്കുന്ന ഒരു സീരീസാണ്. പിന്നെ അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അടുത്തത് വന്നിരിക്കുന്നത് n² + 1 സീരീസാണ്. ഇവിടെ 10 എന്ന് പറയുന്നത് 3² + 1 ആണ്. 3² 9 + 1 10. ഇനി 4² 16 ആണ്. 16 + 1 17. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 37 കഴിഞ്ഞിട്ടുള്ള നമ്പറാണ്. 37 എന്ന് പറയുന്നത് 6² + 1 ആണ് 37 എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് ആരായിരിക്കും? 7² + 1 ആയിരിക്കും. അതായത് 49 + 1 50 എന്നാണ് ആൻസർ വരിക. അടുത്ത കേസ് എന്ന് പറയുന്നത് n² - 1 ആണ്. അപ്പോൾ 3 എന്ന് പറയുന്നത് എന്താണ്? 2² - 1 ആണ് അല്ലേ? 2² 4 - 1 3. അതുപോലെ 3² 9 ആണ്, -1 8. 4² - 1 ആണ് 15. 5² - 1 24. അങ്ങനെയാവുമ്പോൾ അടുത്തത് ആരാ വരിക? 6² - 1 ആണല്ലേ വരിക. അപ്പോൾ ആൻസർ എന്താണ്? 35 ആണ്. അടുത്തത് വരുന്നത് n² + n സീരീസാണ്. 12, 20, 30, 42 അങ്ങനെയാണ് ഇവിടുത്തെ സീരീസ് പോകുന്നത്. 12 എന്ന് പറയുന്നത് 3² + 3, 20 എന്ന് പറയുന്നത് 4² + 4 ആണ്, 30 എന്ന് പറയുന്നത് 5² + 5 ആണ്. ഇവിടുത്തെ സീരീസ് പോകുന്നത് 3² + 3, 4² + 4, 5² + 5 അങ്ങനെ ഒരു പാറ്റേണിലാണ്. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ആൻസർ എന്ന് പറയുന്നത് 7² + 7 ആണ് അവിടെ വരിക. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 56 ആയിരിക്കും. അടുത്തത് n² - n സീരീസാണ്. ഇവിടുത്തെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് 7² - 7, 6² - 6, 5² - 5, 4² - 4, 3² - 3 അങ്ങനെ ഒരു പാറ്റേണിലാണ് ഈ ഒരു സീരീസ് പോകുന്നത്. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ആൻസർ എന്ന് പറയുന്നത് 5² - 5 20 ആണ് അവിടെ ആൻസർ വരിക. നമുക്കറിയാം അല്ലേ, 42 എന്ന് പറയുന്നത് 7² - 7 ആണ്. 49 - 7 ആണ് 42. അങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ പോകുന്നത്. ആൻസർ വരുന്നത് 20 ആണ്. അടുത്തത് n³ + n സീരീസാണ്. ഇവിടെ വരുന്ന പാറ്റേൺ എന്ന് പറയുന്നത് 1³ + 1, 2³ + 2, 3³ + 3, 4³ + 4 ആണ് നമുക്ക് കാണേണ്ടത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 68 ആണ് അല്ലേ. അങ്ങനെയല്ലേ ആ പാറ്റേൺ പോകുന്നത്? 1³ + 1, 1 + 1 2,
2 ക്യൂബ് പ്ലസ് 3 2 ക്യൂബ് 8 പ്ലസ് 2 10 അങ്ങനെയാണ് ആ ഒരു സീരീസ് പോകുന്നത്. ആൻസർ വരുന്നത് 68. അടുത്തത് വരുന്നത് n ക്യൂബ് മൈനസ് n സീരീസ് ആണ്. ഇവിടുത്തെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് 1 ക്യൂബ് മൈനസ് 1 2 ക്യൂബ് മൈനസ് 2 3 ക്യൂബ് മൈനസ് 3 ആ ഒരു പാറ്റേണിലാണ് പോകുന്നത്. അതായത് 1 ക്യൂബ് മൈനസ് 1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1 മൈനസ് 1 0, 2 ക്യൂബ് മൈനസ് 2 എന്ന് പറയുമ്പോൾ 8 മൈനസ് 2 6, 3 ക്യൂബ് മൈനസ് 3 എന്ന് പറയുമ്പോൾ 27 മൈനസ് 3 എന്ന് പറയുന്നത് 24. അങ്ങനെ നമുക്ക് കിട്ടേണ്ട ആൻസർ എന്ന് പറയുന്നത് 6 ക്യൂബ് മൈനസ് 6 ആണ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 210 ആണ് കിട്ടുക. അടുത്തത് വരുന്നത് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് 2 ഡിഫറെൻറ്റ് സീരീസ് അല്ലെങ്കിൽ 2 ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ഒക്കെ ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്നതിനെയാണ് ഓൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഈ എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാകും. 15 പ്ലസ് 4 ആണ് 19 എന്ന് പറയുന്നത്. 19 പ്ലസ് 4 ആണ് 23 എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 23 പ്ലസ് 4 ആണ്. അവിടെ ആൻസർ വരെ 27 ആണ്. അതുപോലെ തന്നെ അതിൻ്റെ നടുക്ക് വരുന്ന നമ്പേഴ്സ് 14 ആണെങ്കിലും 11 ആണെങ്കിലും 8 ആണെങ്കിലും തമ്മിൽ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? 14 മൈനസ് 3 ആണ് 11, 11 മൈനസ് 3 ആണ് 8. ഇപ്പോൾ നമ്മൾ നോക്കിയ ക്വസ്റ്റ്യനിൽ അഡീഷനും സബ്ട്രാക്ഷനും ആണ് കോമ്പിനേഷൻ ആയിട്ടുള്ളത്. ഞാൻ അടിയിൽ കൊടുത്തിരിക്കുന്ന ആ ക്വസ്റ്റ്യനിൽ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ആണ് കോമ്പിനേഷൻ ആയിട്ട് വരുന്നത്. ചെയ്തു നോക്കുക. അടുത്തത് വരുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. ഈ ഒരു സീരീസിൻ്റെ ഫോം എന്ന് പറയുന്നത് എ പ്ലസ് ഡി, എ പ്ലസ് 2d, എ പ്ലസ് 3d എക്സെട്ര ഇങ്ങനെയുള്ള ഫോമിൽ വരുന്ന സീരീസിനെയാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് n ഈക്വൽ ടു എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ്. ഇവിടെ എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമും ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസും n എന്ന് പറയുന്നത് nth ടേം. ഏത് ടേമാണോ കണ്ടുപിടിക്കാനുള്ളത് അതാണ് n എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഒരു സീരീസ് തന്നിട്ടുണ്ട്. അതിൽ 10th ടേം എന്തായിരിക്കും എന്നാണ് ചോദ്യം വരുന്നത്. ഇവിടെ എ എന്താണെന്ന് നമുക്കറിയാം, ഫസ്റ്റ് ടേമാണ് 359 ആണ് വരിക. ഇനി കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് കാണുക? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അതായത് 365 മൈനസ് 359. അപ്പോൾ എന്താ കിട്ടുക? 6 ആണ് ആൻസർ വരിക. അപ്പോൾ നമുക്ക് എ കിട്ടി, ഡി കിട്ടി. ഇനി ഇക്വേഷൻ കൊടുക്കുക, എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 10th ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ n 10 ആണ് കിട്ടി. അപ്പോൾ നമുക്ക് ചെയ്ത് വരുമ്പോൾ ആൻസർ 413 എന്നാണ് കിട്ടുക. അടുത്തത് വരുന്നത് ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. ഇതിൻ്റെ സീരീസിൻ്റെ ഫോം എന്ന് പറയുന്നത് എ ആർ സ്ക്വയർ, എ ആർ ക്യൂബ് എക്സെട്ര ഇങ്ങനെ ഒരു ഫോമിൽ വരുന്ന സീരീസിനെയാണ് ജോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് n ഈക്വൽ ടു എ ആർ റേസ് ടു n മൈനസ് 1 ആണ്. ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? എ ആർ റേസ് ടു n മൈനസ് 1 ആണ്. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇതിൽ സീരീസ് തന്നിട്ടുണ്ട്. അതിൻ്റെ 10th ടേം എന്താണെന്നാണ് ചോദ്യം വരുന്നത്. ഇവിടുത്തെ സീരീസ് എന്ന് പറയുന്നത് 7, 14, 28 ആ ഒരു പാറ്റേണിലാണ് പോകുന്നത്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. 7 ഇൻറ്റു 2 ആണ് 14 എന്ന് പറയുന്നത്. 14 ഇൻറ്റു 2 ആണ് 28 എന്ന് പറയുന്നത്. അങ്ങനെ ഇൻറ്റു 2 വെച്ചിട്ടാണ് ആ ഒരു സീരീസ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ R എന്ന് പറയുന്നത് 2 ആണ് നമുക്ക് കിട്ടി. ഇനി എ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ടേം ആണല്ലേ. എ ഈക്വൽ ടു 7 ആണ് കിട്ടി. R ഈക്വൽ ടു 2 ആണ് കിട്ടി. ഇനി n എന്ന് പറയുന്നത് എന്താണ്? 10 ആണല്ലേ. 10th ടേം ആണ് നമ്മളോട് കാണാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ എങ്ങനെ വരും? n ഈക്വൽ ടു 7 ഇൻറ്റു 2 റേസ് ടു 10 മൈനസ് 1 എന്ന് വരും. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 3584 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ സീരീസും വെച്ചിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് എക്സാം ഈസി ആവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.